നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന്റെ അടുത്ത കോച്ച് ആരായിരിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും പുതിയ വാർത്ത, വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വരുന്ന വാർത്ത, ഹോസെ മൊറീഞ്ഞോയെ കോച്ചാക്കാൻ ഫ്ലോറന്റീനോ പെരസിന് വലിയ താല്പര്യം. ഹോർഗെ മെൻഡസുമായിട്ട് ഈ കാര്യങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഹോസെ മൊറീഞ്ഞോയുടെ ഏജന്റ് കൂടിയാണ് ഹോർഗെ മെൻഡസ്. സോ മൊറീഞ്ഞോ ടു റയൽ മാഡ്രിഡ് സാധ്യതകൾ വർദ്ധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഡേവിഡ് ഓൺസ്റ്റീൻ, യെസ്, വിശ്വാസയോഗ്യമായ സോഴ്സ് അല്ലേ, ന്യൂയോർക്ക് ടൈംസിന്റെ ദി അത്ലറ്റിക്കിന്റെ ജേർണലിസ്റ്റ് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഹോസെ മൊറീഞ്ഞോ പ്രിഫേർഡ് കാൻഡിഡേറ്റ് ഓഫ് ഫ്ലോറന്റീനോ പെരസ് ടു ബിക്കം നെക്സ്റ്റ് റയൽ മാഡ്രിഡ് കോച്ച്. വാവ് വാവ്. പക്ഷേ റയലിൽ തന്നെ ചില എതിർ ശബ്ദങ്ങളുണ്ട്. എന്നാൽ പ്രസിഡന്റ് ഈ തവണ കോച്ചിനെ താൻ തീരുമാനിക്കുമെന്ന ഒരു ഉറച്ച തീരുമാനത്തിലാണുള്ളത്. 3 മില്യൺ യൂറോയാണ് ബെൻഫിക്കയുമായിട്ടുള്ള നിലവിലെ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യാനുള്ള ക്ലോസ്. അത് കൊടുത്ത് മൊറീഞ്ഞോയെ എത്തിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പെരസ് ചിന്തിക്കുന്നത്. ഫ്ലോറിൻ പ്ലെറ്റൻബർഗിന്റെ റിപ്പോർട്ട് നോക്ക്. ഫ്ലോറിൻ പ്ലെറ്റൻബർഗ്, യെസ്, മറ്റൊരു വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സാണല്ലോ സ്കൈ സ്പോർട്സിന്റെ റിപ്പോർട്ടർ ഫ്ലോറിൻ പ്ലെറ്റൻബർഗ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എന്താ? ഹോർഗെ മെൻഡസും ഫ്ലോറന്റീനോ പെരസും ഈ വിഷയത്തിൽ ഡയറക്റ്റ് ചർച്ചയിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. പേഴ്സണൽ ടേംസും കോൺട്രാക്റ്റിന്റെ ലെങ്ത്തും ഒന്നും ഒരു ഇഷ്യൂ ആവില്ല. മൊറീഞ്ഞോ 100% റെഡിയാണ്. റയൽ മാഡ്രിഡിലേക്ക് മടങ്ങിയെത്താൻ മൊറീഞ്ഞോ 100% റെഡിയാണ്. ഫൈനൽ ഡിസിഷൻ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ മൊറീഞ്ഞോ വരും. സ്കൈ സ്പോർട്സ് കഴിഞ്ഞ രാത്രി തന്നെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്താണല്ലോ എന്ന് ഫ്ലോറിൻ പ്ലെറ്റൻബർഗ് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കറന്റ്ലി ദർ ആർ നോ ഡെവലപ്മെന്റ് കൺസേണിങ് യെർഗൻ ക്ലോപ്പ് എന്ന് കൂടി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലോപ്പ് റയലിലേക്ക് എന്നുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഡെവലപ്മെന്റ് നടക്കുന്നില്ല എന്നുകൂടി ഫ്ലോറിൻ പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് ഓൾറെഡി റയൽ മാഡ്രിഡിന് അറിയാം ഹോസെ മൊറീഞ്ഞോ റെഡിയാണ്, അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിയാമെന്ന് ഫബ്രീസിയോയും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ആ ഒരു വഴിയിലേക്കാണ് നീങ്ങുന്നത് എന്ന തോന്നലാണുള്ളത്. ദി അത്ലറ്റിക് വളരെ കൃത്യമായിട്ട് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. പെരസ് വാണ്ട്സ് ടു റീബിൽഡ് എ പ്രൊജക്ട് ദാറ്റ് ഹാസ് ഫോളൻ ഇൻ ടു ഡിസ്പയർ. തീർച്ചയായിട്ടും സെക്കൻഡ് കൺസിക്യൂട്ടീവ് ക്യാമ്പയിനാണ് വിത്തൗട്ട് ട്രോഫി റയൽ മാഡ്രിഡ് പോകുന്നത്. സോ പ്രസിഡന്റ് ഇപ്പോൾ മൊറീഞ്ഞോയുടെ സപ്പോർട്ടറാണ്, മൊറീഞ്ഞോയെ തിരികെ എത്തിക്കുന്നതിന് സപ്പോർട്ടറാണ്. പക്ഷേ ക്ലബിൽ തന്നെ ചില വോയിസുകൾ അതിനെതിരുണ്ട് എന്നുകൂടി ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൽ റയലിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം മൊറീഞ്ഞോ ആണെങ്കിൽ തിരിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം എന്നറിയോ? 11 കൊല്ലങ്ങളെങ്കിലുമായി, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി ഈ ഹോസെ മൊറീഞ്ഞോ ഒരൊറ്റ ലീഗ് കിരീടം പോലും നേടിയിട്ടില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ സ്റ്റുഡിയോ.